കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ മജീഷ്യൻ ഗോപിനാഥ് വിവാദം പിടിമുറുക്കുകയാണ്. മുതുകാടിനെതിരായ പരാതികൾ ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് സർക്കാരും പ്രസ്താവന ഇറക്കിയിരുന്നു. എന്താണ് ശരിക്കും ഈ മുതുകാട് വിവാദം? ഗോപിനാഥ് മുതുകാട് എന്ന മജീഷ്യന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന സ്ഥാപനങ്ങളാണ് മാജിക് പ്ലാനറ്റും DACയും. ഓട്ടിസം പോലെയുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് മാജിക് പഠിപ്പിച്ച് അവരെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ സഹായത്തോടെ ആരംഭിച്ച സ്ഥാപനങ്ങളാണ് ഇവ രണ്ടും. ആരംഭഘട്ടം മുതൽ തന്നെ സർക്കാരിൽ നിന്നും ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും ധനസഹായം ലഭിച്ചിരുന്നു. കൂടാതെ മറ്റു ധനസഹായങ്ങളും യഥാസമയം ഈ സ്ഥാപനത്തിന് ലഭിക്കുന്നുണ്ട്. കുറച്ചു നാളുകൾ കൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധ ആകർഷിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇവ രണ്ടും. ഈ അടുത്ത ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചില രക്ഷിതാക്കളും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ശിഹാബ് എന്നൊരു വ്യക്തിയും ചില വെളിപ്പെടുത്തലുകൾ നടത്തി രംഗത്ത് വന്നിരുന്നു. അക്കാദമിയിൽ അതിഥികൾക്ക് മുന്നിൽ ഷോ ചെയ്യുമ്പോൾ സ്റ്റേജിലേക്ക് വീൽചെയറിൽ വരാൻ അനുവദിക്കാറില്ല എന്നും വേദിയിലൂടെ നിരന്നു വന്ന് വീൽചെയറിൽ കയറിയാലേ സഹതാപം കിട്ടുമെന്നുമായിരുന്നു മുതുകാടിന്റെ നിലപാടെന്നും വാർത്താ സമ്മേളനത്തിൽ ശിഹാബ് പറഞ്ഞു. ഓട്ടിസം മുതൽ മാനസിക വെല്ലുവിളികൾ വരെ നേരിടുന്ന കുട്ടികൾക്ക് യഥാസമയം ഭക്ഷണം നൽകാറില്ലായിരുന്നുവെന്നും അതിഥികളെ തൃപ്തിപ്പെടുത്തൽ മാത്രമായിരുന്നു ഇവരുടെ പ്രധാന ജോലിയെന്നും ശിഹാബ് ആരോപിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിചരിക്കാൻ പരിശീലനം ലഭിച്ചവർ ഉണ്ടായിരുന്നില്ല എന്നും താനും ഒരു കുട്ടിയുടെ അമ്മയുമാണ് കുട്ടികളെ പരിചരിച്ചിരുന്നുവെന്നുമാണ് ശിഹാബ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത്. തുടർന്ന് മുതുകാടിനെതിരെയുള്ള പല ആരോപണങ്ങളുമായി പല രക്ഷിതാക്കളും രംഗത്തെത്തി. തുടർന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ബിന്ദു വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. പരാതിയുള്ളവർ ആരും തന്നെ സാമൂഹ്യനീതി വകുപ്പിനെയോ മന്ത്രി എന്ന നിലയിൽ തനിക്കോ ഒരു പരാതി എന്ന രൂപത്തിൽ ഒന്നും തന്നെ തന്നിട്ടില്ല എന്നും, എന്നാൽ പോലും ഇത് വളരെ ആശങ്കയുളവാക്കുന്ന വിഷയമായി കണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചു വരുന്നു എന്നുമാണ് മന്ത്രി പറഞ്ഞത്. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ മുൻനിർത്തി മുതുകാട് മാജിക് പ്ലാനറ്റിലൂടെ പണം സ്വരൂപിക്കുകയാണ് എന്ന ആരോപണം ശക്തി പ്രാപിച്ചതോടെ മുതുകാട് തന്നെ മറുപടിയുമായി രംഗത്തെത്തിയിരുന്നു. മുതുകാടിന്റെ തന്നെ യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോയിലൂടെയാണ് മാജിക് പ്ലാനറ്റിൽ യാതൊരുവിധ തട്ടിപ്പുകളും നടക്കുന്നില്ല എന്ന് മുതുകാട് ഓരോ കണക്കുകളും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയിട്ടില്ല എന്ന ആരോപണങ്ങൾക്ക് മാത്രമാണ് മുതുകാട് മറുപടി പറഞ്ഞത് എന്ന് സോഷ്യൽ മീഡിയയിൽ പരക്കെ വിമർശനം ഉയർന്നിരുന്നു. ശരിക്കും മാജിക് പ്ലാനറ്റ് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ മജീഷ്യൻ മുതുകാട് മാനസിക വൈകല്യമുള്ള കുട്ടികളെ ചൂഷണം ചെയ്യുകയാണോ? ശരിക്കും ആരാണ് ഈ മജീഷ്യൻ മുതുകാട്? മാജിക്കിന്റെ പിൻബലത്തോടെ എല്ലാവരെയും പറ്റിക്കുന്ന വലിയൊരു കള്ളനാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്.